നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2025 ആണ്ടിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജൂബിലി വർഷം കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മെ വഴി നടത്തിയ നാളുകൾ നമുക്ക് ഓർക്കാം. എത്രയോ അപകടങ്ങളിൽ നിന്ന് നല്ല തമ്പുരാൻ നമ്മെ സംരക്ഷിച്ചു. എത്രയോ പ്രാവശ്യം നമ്മെ വഴി നടത്തി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ മുൻപിൽ നമുക്കായിരിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇത് നന്ദി പറയാനുള്ള സമയമാണ്. നാളിതുവരെ നമ്മെ കാത്തുപരിപാലിച്ച നമ്മുടെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനുള്ള അവസരം. 118-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു. ഇക്കഴിഞ്ഞ ഒരു വർഷം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകളെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് നമ്മോട് കാണിച്ച വലിയ കാരുണ്യത്തെ പ്രതി അവിടുത്തേക്ക് നന്ദി പറയാം. 136-ാം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ വീണ്ടും നാം വായിക്കുന്നു: കർത്താവിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവാൻ നാം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരിക്കുകയാണ്. ഈശോ ഇവിടെയുണ്ട്. ഈശോ നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടത്തേക്ക് കൃതജ്ഞതകൾ അർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് സംബന്ധിക്കാം. കൃതജ്ഞതയോടെ ഒരു ഗാനം ആലപിച്ച് ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ നന്മകൾ അനവധിയാണ്. എല്ലാം ഓർത്തുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം.
ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. ഈശോയെ നമുക്ക് സൂക്ഷിച്ച് വീക്ഷിക്കാം. ഇത്രനാൾ നമ്മെ ശക്തിപ്പെടുത്തിയ ഈശോ ഇതാ നമ്മോടൊപ്പം. നമ്മെ കൈപിടിച്ച് നടത്തിയ ഈശോ ഇതാ നമ്മോടൊപ്പം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരാകുന്നത്. ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. യേശു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്നിൽ നിൽക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ്. നമ്മൾ സ്വാഭാവികമായും ബലഹീനരാണ്, പാപികളാണ്. എന്നാൽ കർത്താവ് നമ്മുടെ മേൽ കരുണ വർഷിച്ച് നമ്മെ ശക്തിപ്പെടുത്തി. അവിടുന്ന് നിർത്തിയതുകൊണ്ട് നമ്മൾ നിന്നു. അവിടുന്ന് സഹായിച്ചതുകൊണ്ട് നമ്മൾ നേടിയെടുത്തു. അവിടുന്ന് കൂടെ വന്നതിനാൽ നമ്മൾ വിജയത്തിലേക്ക് നടന്നു. അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് വിജയം ലഭിക്കുക. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ താങ്ങി നിർത്തിയ, കൈപിടിച്ച് നടത്തിയ, നമുക്ക് വിജയം നൽകിയ കർത്താവിനെ നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം. ഇത് നമ്മുടെ വിജയമല്ല, ഇത് കർത്താവിന്റെ വിജയമാണ്. ഇത് നമ്മുടെ കഴിവല്ല, കർത്താവിന്റെ കൃപയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസുകാർക്ക് 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ എളിമയോടായിരുന്നു കൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഈ വർഷം മുഴുവൻ ഞാൻ ജീവിച്ചത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. എന്നോടൊപ്പം ഈ വർഷത്തിലേക്ക് പ്രവേശിച്ച പലരും ഇന്ന് ഈ ഭൂമിയിലില്ല. പലരും പരാജയപ്പെട്ടു, പലർക്കും വേദനകളുണ്ടായി. എനിക്കും പരാജയങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെങ്കിലും അങ്ങ് കൂടെ നിന്നതിനാൽ ഞാനിതാ ഈ അവസാന നിമിഷങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനായി അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് 1000 നന്ദി. ഞാൻ അർഹിക്കാത്ത രീതിയിൽ എന്നെ സ്നേഹിച്ചതിന്, ഞാൻ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ എന്നെ വഴി നടത്തിയതിന്, എനിക്കുണ്ടാകാമായിരുന്ന അപകടങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിച്ചതിന് കർത്താവേ, അങ്ങേക്ക് 1000 നന്ദി.
അങ്ങയോട് ചേർന്ന് നിന്നപ്പോഴാണ് ഞാൻ വിജയിച്ചത്. അങ്ങാണ് എന്നെ വിജയിപ്പിച്ചത്. അല്പസമയം തമ്പുരാന്റെ സന്നിധിയിൽ മൗനമായി നമുക്ക് ചെലവഴിക്കാം. കർത്താവാണ് നമ്മെ നിർത്തിയതെന്ന്, കർത്താവാണ് നമുക്ക് ജയം തേടിത്തന്നതെന്ന്, കർത്താവാണ് നമ്മെ വഴി നടത്തതെന്ന് ചിന്തിച്ച് അവിടുത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇനിയും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വിജയം നൽകുന്ന സംരക്ഷണവും പരിപാലനയും നമുക്ക് ലഭിക്കാനായി ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനത്തിൽ കർത്താവ് ജോഷുവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും. ഈ പുതിയ വർഷത്തിൽ നാം തനിച്ചായിരിക്കുകയില്ല. വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത് എന്ന് പറയുന്ന ഈശോയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ് ഈശോ. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു.
ഉള്ളിൽ വസിക്കുന്ന ഈശോ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, പിന്നെയോ ശക്തരും ധീരരുമായിരിക്കുവിൻ. ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ വരും. ഈ പുതിയ വർഷത്തിൽ ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നാം പോകുന്നിടത്തെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. കർത്താവിന്റെ കൂടെയാണ് നാം അധ്വാനിക്കേണ്ടത്. നമുക്ക് കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. എന്നാൽ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നാം വിജയിക്കും. നമുക്ക് സംരക്ഷണം ലഭിക്കും, നമുക്ക് ധൈര്യം ലഭിക്കും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. പുതിയ വർഷം ഇതാ നമ്മുടെ മുമ്പിൽ ആഗതമായിരിക്കുന്നു. ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ശക്തനും ധീരനുമായിരിക്കുക. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. അതിനാൽ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും നോക്കാതെ കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. നമ്മിലേക്ക് നോക്കാതെ കർത്താവിങ്കിലേക്ക് നോക്കാം. ഭൂമിയിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കാം. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി സ്വീകരിച്ച് ഈ പുതിയ വർഷം യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ അവസാന നിമിഷങ്ങളിൽ കർത്താവിന്റെ വലിയ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു ഗീതം ആലപിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിന്റെ വലിയ സംരക്ഷണം അനുസ്മരിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ അവിടുന്ന് നമ്മുടെ കൂടെ ആയിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹാ.
ഈ വർഷം നാം സ്വീകരിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന വർഷത്തിൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണവും പരിപാലനയും അപേക്ഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.